എന്നാലും നിങ്ങളുടെ മരുമകൾ എന്തിനാ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയത്? നോക്ക്, ഇപ്പൊ അവള് മരിക്കുകയും ചെയ്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സമാധാനം ഉണ്ടാ? എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർത്താ പോരായിരുന്നില്ലേ? ആ കുട്ടിക്ക് അതിനുള്ള ക്ഷമയില്ല. ഞാനും എന്തൊക്കെയൊക്കെയോ ദേഷ്യത്തിന് ആ പെണ്ണിനെ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ കുട്ടി ഇങ്ങനെ തൂങ്ങി മരിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണേ. അവ ഇങ്ങനെ കുടിച്ചു വരികയല്ലേ, ഏത് നേരം നോക്കിയാലും രണ്ടും കൂടി കൊത്തിക്കടിയാണെന്ന്. ഇത് എത്ര കണ്ടെന്ന് വെച്ചിട്ട് ഇരിക്കുക. അതുകൊണ്ട് ഞാനും പലപ്പോഴും ചീത്തയും പറയും, രണ്ടരത്തിനെയും ചീത്ത പറയും. അവനെ മാത്രമല്ല വെള്ളിയും ഞാൻ ചീത്ത പറയും. പക്ഷെ ഈ കുട്ടിക്ക് ഇത്രയും മനക്കട്ടിയില്ലാന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാലും ഇങ്ങനെ ചെയ്യണിയിരുന്നാ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ മാനിയെ നിങ്ങൾ നേരത്തെ ഒതുക്കണമായിരുന്നു. ആ ചക്ക മിണ്ടിയെ കള്ളു കുടിച്ച് വരികയും ചെയ്യും, ആ പെണ്ണിനെ ഇട്ട് തല്ലുകയും ചെയ്യും. ഞാനും കുറെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ തടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എനിക്കും ഇട്ട് കിട്ടും. അതുകൊണ്ട് വിവരം ബോധവും ഇല്ലല്ലോ നിങ്ങളുടെ മാനിക്ക്. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. എത്രയെന്ന് വെച്ചിട്ട് ആ പെണ്ണ് സഹിക്കുക. അതുകൊണ്ട് സഹിക്കാൻ വയ്യാണ്ട് തന്നെ ആ പെണ്ണ് ഈ കടുങ്കൈ ചെയ്തത്. അവൾക്ക് എന്നാലും തൂങ്ങി മരിക്കാണ്ട് അവളുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കായിരുന്നു. അവിടെ വാപ്പി ഉമ്മയൊക്കെ ഉള്ളതല്ലേ. ഇവന്റെ ദ്രോഹം സഹിക്കാൻ പറ്റണില്ലെങ്കിൽ എന്നാ പിന്നെ ആ കുട്ടിക്ക് അങ്ങനെ ചെയ്യായിരുന്നു. ആരോ വരുന്നുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിക്ക്. അത് നിങ്ങളുടെ മരുമകളുടെ ഉമ്മയല്ലേ? അതെ. അവരെന്തിനാണാവോ വരുന്നത്? ഇനി അവരെന്തൊക്കെ പറയോ? ശരി നസിയ, ഞാൻ പോട്ടെ. ശരി. മകള് മരിച്ചല്ലോ, പിന്നെന്തിനാ അവര് ഈ വീട്ടിക്ക് വരുന്നത്? അമ്മ, വാമ്മ. പാപ്പാക്ക് സുഖനല്ലേ? വരി. എന്താ അവിടെ തന്നെ നിക്കണത്? ഇങ്ങോട്ട് ഉള്ളിക്കിരിക്കും. അമ്മ ഇരിക്കുമ്പോ ഞാൻ അവിടെ കുക്കറിലെ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അമ്മക്ക് ഇപ്പൊ എടുത്തിട്ട് വരാം. നേരമായിരിക്കും. അവിടെ ഷഹാനന്റെ വാപ്പാക്കൊക്കെ സുഖം തന്നെയല്ലേ? ഇവരെന്താ ഒന്നും മിണ്ടാത്തത്? നോക്കി. അല്ല, വാപ്പാക്കൊക്കെ സുഖം തന്നെയല്ലേ ചോദിച്ചത്. അവളിങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന ഞാനും വിചാരിച്ചില്ല. അവള് പഠിച്ച കുട്ടിയല്ലേ, കുറച്ചൊക്കെ മനസ്സ് ധൈര്യം വേണ്ടേ? അമ്മ 2 ദിവസം ഇവിടെ ഇരിക്കിട്ടമ്മ. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇവിടെ അമ്മായിയമ്മ ഇല്ലമ്മ, മകളുടെ വീട്ടിലേക്ക് പോയിക്കാണ്. 2 ദിവസം കഴിഞ്ഞേ വരുള്ളേ. ഇക്ക രാത്രി വരുമ്പോൾ നന്നായി കുടിച്ചിട്ട് വരുമ്മ. പിന്നെ എന്നെ നന്നായി ഉപദ്രവിക്കും. അതുകൊണ്ടാണ് എനിക്ക് പേടിയായിട്ടാണ്. ഉമ്മ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്നെ അധികം ഉപദ്രവിക്കില്ല. ഉമ്മ ഉള്ളത് കൊണ്ട്. ഉമ്മ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയിട്ടമ്മ. ഞാൻ ഉമ്മക്ക് കുടിക്കാൻ ചായ എടുത്തിട്ട് വരാം. 2 ദിവസം ഇവിടെ ഇരിക്കാനാ? ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ട് വേഗം പോവാന്ന് പറഞ്ഞിട്ട് വന്നതാണ് മോളെ. എന്തായാലും വന്നില്ലമ്മ. എനിക്ക് വേണ്ടി ഒരു 2 ദിവസം ഇരിക്കും. ശരി. എന്നാ ഞാൻ 2 ദിവസം ഇവിടെ ഇരുന്നിട്ട് തന്നെ പോകുന്നുള്ളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ട് വന്നതാണ് ഈ വഴിക്ക്, അതോ ഇങ്ങോട്ട് തന്നെ വന്നതാണോ? അതെ. എന്താണ്? എന്തെങ്കിലും പറഞ്ഞ നിങ്ങള്? അല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാണോ ചോദിച്ചതായിരുന്നു. ഞാനിങ്ങോട്ട് വന്നത് എനിക്ക് എൻ്റെ മകളിനെ ഒന്ന് കാണാൻ തോന്നി. അവൾ ഈ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതല്ലേ. ഇവിടെ വരുമ്പോൾ എനിക്ക് അവളുടെ ഓരോ ഓർമ്മകൾ മനസ്സിലുണ്ടാവും. അവളിനൊന്ന് കാണാൻ തോന്നിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ എങ്ങനെ നോക്കിയതാണ് എൻ്റെ മകളിനെ. എന്നാലും എൻ്റെ മകൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞാൻ പോണോട്ടമ്മ. മോളെ, ഇത് കഴിച്ചിട്ട് പോ. നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. എന്നാ അത് കഴിക്കി. വേണ്ടമ്മ, ഞാൻ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. വേണ്ട, ഇത് കഴിക്കി, എന്നിട്ട് പോയാൽ മതി. ഓ, ഇമ്മാന്റെ ഒരു കാര്യം. ശരി, ഞാൻ പോണു.
നിക്ക് മോളെ, ഇത് കൂടെ കഴിക്ക്. ആ ശരി. എല്ലാത്തിനും തിരക്കാണ്, ഒരു ക്ഷമയുമില്ല കുട്ടിക്ക്. മറുപടിക്കകത്ത് അതിൻ്റെ അകത്ത് ഒരു സത്യം കിടപ്പുണ്ട്. സിനിമാ ലോകത്ത് ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ ആ കൂടി എന്റെ ഫോട്ടോ നല്ലൊരു ക്യാമറ ഉപയോഗിക്കണം. അവരെ സംബന്ധിച്ച് ഇത്രയും പൈസ കിട്ടുമ്പോ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ അധികം വെയിൽ കൊള്ളാതെ. ഉമ്മാന്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞാലേ ഉമ്മ ദേഷ്യപ്പെടുവോ? എന്താണ് പറ. ആദ്യം ദേഷ്യപ്പെടുവോ പറ, എന്നിട്ട് പറയാ. നീ പറ കുട്ടി. ഉമ്മയല്ലേ പറഞ്ഞത് എന്റെ പഠിത്തം കഴിഞ്ഞ് എന്നെ കല്യാണം കഴിച്ചു വിടുന്നു. ഉമ്മ എനിക്ക് ഒരാളിനെ ഇഷ്ടമാണ് ഉമ്മ. എന്തായാലും നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു വിടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ആകുമ്പോൾ ഞാനും ഹാപ്പിയാവും, നിങ്ങളും ഹാപ്പിയാവും. ഉപ്പാന്റെ അടുത്ത് പറഞ്ഞിട്ടേ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കുവോ? ഓ അപ്പൊ അതാണ് കാര്യല്ലേ. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങള്. നിന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഞങ്ങൾ എതിര് നിന്നിട്ടുണ്ടോ? ഞാൻ ഉപ്പാന്റെ അടുത്ത് സംസാരിക്കാം, എന്നിട്ട് ആ ചക്കന്റെ വീട്ടിൽ പോയിട്ടേ അന്വേഷിക്കാൻ പറയട്ടെ. ഉമ്മ എന്റെ പൊന്നാണ്. മതി മതി, വല്ലാണ്ട് ഐസ് വയ്ക്കൊന്നും വേണ്ട. നിങ്ങൾ ഇരിക്കും, ഞാൻ കുടിക്കാനെടുക്കാം. ഡാ ഡാ, അവളുടെ ഉമ്മ വന്നിട്ടുണ്ട്. ആരുടെ? നിന്റെ ഭാര്യന്റെ. എന്തിന്? വെറുതെ വന്നതാണെന്നാ പറഞ്ഞത്. ഇതാ അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്, നീ ഒന്ന് പോയി കാണ്. ഞാൻ അങ്ങോട്ട് പോയി അവര് ദേഷ്യപ്പെടില്ലേ എന്റെ അടുത്ത്? അവന്റെ മകള് മരിക്കാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞിട്ട്. അതും പറഞ്ഞിട്ട് നീ ഇവിടെ ഇരുന്ന് ശരിയാവോ? പോ, ഒന്ന് പോയി സംസാരിക്ക്. ഇതാ ഇത് കുടിക്ക്. മോളെ, അവൻ നിന്നെ നന്നായി നോക്കുവോ? എന്നെ നന്നായി നോക്കുമ്പോ എന്നോട് നല്ല സ്നേഹമാണ്. ഉമ്മ നോക്കിക്കോളി വേണമെങ്കിൽ. അവനെക്കാളും നല്ലൊരു മരുമാനെ ഉമ്മക്ക് ഇനി വേറെ കിട്ടില്ല. നീ സന്തോഷത്തിലിരുന്നാ മതി. നിന്നെ നന്നായി നോക്കണം, ഞങ്ങൾക്ക് അതേ വേണ്ടുള്ളൂ. ഉപ്പ പോയി സംസാരിച്ചിട്ടുണ്ട്. ഓ, പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എന്നോട് ക്ഷമിക്കുമ്പോ, ഞാൻ അവളെ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലമ്മ. ഞാൻ അന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്നെ അറിയില്ലമ്മ ഞാൻ എന്താണ് അവളെ ചെയ്തത്. ഞാൻ തല്ലിയിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ അവളിങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലമ്മ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലമ്മ. എന്ത് ചെയ്താലും പകരമാകില്ല എന്ന് അറിയാമ്മ. ഉമ്മ എന്നെ തല്ലുമ്മ, ഉമ്മ എന്നെ തല്ല്. ഞാനൊരു മുഷ്ടനാണ്, എനിക്കിനി ജീവിക്കണമെന്നില്ലമ്മ. ഞാൻ ഇതിന് പകരം എന്താ നിങ്ങൾക്ക് തരാന്ന് എനിക്ക് അറിയില്ലമ്മ. എനിക്ക് മതിയായിമ്മ. നാളെന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ലമ്മ. എന്നോട് ക്ഷമിക്കുമ്മ. പറയിക്കാതെ തെറ്റാണമ്മ ഞാൻ ചെയ്തത്. ഉമ്മാന്റെ മകളെ ഞാൻ കൊലകാരനായി ഉമ്മ. എന്നോട് ക്ഷമിക്കുമ്മ. എന്നോട് ക്ഷമിക്കുമ്മ. ഷഹാനാന്റെ കുറച്ച് ഡ്രസ്സുകളെ ഇവിടെ ഉണ്ട്, ഞാൻ അതെടുത്ത് തരട്ടെ? നിങ്ങൾ പോകുമ്പോ കൊണ്ടുപോകുമോ? തന്നോളെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇനി അവളുടെ എന്ന് പറയാൻ ഈ ലോകത്ത് എനിക്ക് അതൊക്കെ തന്നെ ഉള്ളൂ. ഞാനത് കണ്ടിട്ടെങ്കിലും അവിടെ ഇരിക്കാം. എടുത്ത് തന്നോളി.
ഇതാ ഇതൊക്കെ അവളുടെ ഡ്രസ്സുകളാണ്.